നമസ്കാരം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അപ്രതീക്ഷിത രാജിയിലൂടെ അടുത്ത ചോദ്യമുയരുകയാണ്. അടുത്ത ഉപരാഷ്ട്രപതിയായി എത്തുന്നത് ആരാകുമെന്നാണ്. എല്ലാ കണ്ണുകളും ആ ചോദ്യത്തിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. അടുത്ത ഉപരാഷ്ട്രപതിയായി ശശി തരൂരിനെ പരിഗണിക്കാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. കോൺഗ്രസുമായി പൂർണ്ണമായി തെറ്റുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആവോളം പ്രശംസിക്കുകയും ചെയ്യുന്ന തരൂർ ആ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് പരക്കെയുള്ള വാർത്ത. കഴിഞ്ഞ ദിവസം ശശി തരൂർ എംപിക്ക് നോ എൻട്രി പ്രഖ്യാപിച്ചിരുന്നു തിരുവനന്തപുരത്തെ കോൺഗ്രസുകാർ. തരൂരിനെ കൂട്ടത്തിൽ കൂട്ടില്ലെന്നും തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിനെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയ ശേഷം പാർട്ടിക്ക് ദോഷകരമായത് മാത്രമാണ് ചെയ്യുന്നു എന്നാണ്. എന്തായാലും തരൂർ കോൺഗ്രസിനുള്ളിൽ എടുക്കാത്ത നാണയമായി അരുകു ഒതുക്കപ്പെടുമ്പോഴും BJPക്കും മോദിക്കും തരൂർ വളരെ പ്രിയങ്കരനാണ്. അതുകൊണ്ടാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമോ വിശദീകരണമോ പ്രതികരണമോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു അഭ്യൂഹമായ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് താനും. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശത്തേക്ക് അയച്ച പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ്. ഭംഗിയായി ശശി തരൂർ ആ ജോലി നിർവഹിക്കുകയും ചെയ്തു. അന്നു മുതൽ മോദിയുടെ ഗുഡ് ബുക്കിലാണ് ശശി തരൂരിൻ്റെ സ്ഥാനം. കോൺഗ്രസ് വർക്കിംഗ് സമിതിയിൽ നിന്നും ശശി തരൂരിനെ പോലെ മികച്ച ഇമേജുള്ള ഒരാളെ സ്വന്തം പാളയത്തിലെത്തിച്ചാൽ അർഹമായ സ്ഥാനം BJP ഉറപ്പിക്കും എന്ന വിലയിരുത്തലിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഉപരാഷ്ട്രപതി പദവിയിൽ ഒഴിവ് വന്നാൽ ആര് ആ ചുമതലകൾ നിർവഹിക്കണമെന്ന് ഭരണഘടനയിൽ വ്യക്തമാക്കുന്നില്ല. എന്നാൽ രാജ്യസഭാ ചെയർപേഴ്സണെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് താനും. ഇതനുസരിച്ച് ഡെപ്യൂട്ടി ചെയർപേഴ്സണോ അല്ലെങ്കിൽ രാഷ്ട്രപതി ചുമതലപ്പെടുത്തുന്ന മറ്റേതെങ്കിലും രാജ്യസഭാ അംഗമോ ആയിരിക്കും ആ ചുമതല നിർവഹിക്കുക. ഭരണഘടനയുടെ 66-ാം അനുച്ഛേദമനുസരിച്ച് പാർലമെന്റിന്റെ ഇരു സഭകളിലെയും അംഗങ്ങൾ അടങ്ങുന്ന ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രഹസ്യ ബാലറ്റിലൂടെയാണ് ഈ വോട്ടെടുപ്പ് നടക്കുക. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഇന്ത്യൻ പൗരനായിരിക്കണം. കുറഞ്ഞത് 35 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. കൂടാതെ രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുണ്ടായിരിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ ഏതെങ്കിലും പദവി വഹിക്കാൻ പാടില്ല. ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെയോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിലെ അംഗമാകാൻ പാടില്ല. പാർലമെന്റ് അംഗമോ സംസ്ഥാന നിയമസഭ അംഗമോ ആയിട്ടുള്ള വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേൽക്കുന്ന തീയതിയിൽ മറ്റു സഭകളിൽ സ്ഥാനം ഒഴിഞ്ഞതായി കണക്കാക്കും. ഭൂരിപക്ഷമുള്ള NDA വരും ദിവസങ്ങളിൽ സാധ്യതാ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ജനതാദൾ MPയും രാജ്യസഭാ ഉപാധ്യക്ഷനുമായ ഹരിവംശും പരിഗണനയിലുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച